കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലെഡ്ജർ ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, വോച്ചർ ടൈപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലെ സ്റ്റോക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുക, പിന്നെ അതെങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക, അതെങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് വൈസ് കാറ്റഗറൈസ് ചെയ്യുക, പിന്നെ സ്റ്റോക്ക് യൂണിറ്റ് കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മളൊരു സ്ഥാപനത്തിലെ സ്റ്റോക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സ്ഥാപനത്തിലെ ആ സ്റ്റോക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നല്ലൊരു ധാരണ നമുക്ക് വേണം. ഒരു ഉദാഹരണത്തിന് നമ്മുടെ എത്ര സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ അത് നമ്മൾ ഗോഡൗണിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കൊരു ആദ്യം ഒരു ധാരണ വേണം. അതിനുശേഷമാണ് നമ്മൾ സ്റ്റോക്ക് നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ഇതിൽ സ്റ്റോക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് എന്ന ഓപ്ഷൻസിൽ പോവാം. അപ്പോൾ നമ്മൾ ലെഡ്ജറും അതുപോലെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻസിൽ പോയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളത് അക്കൗണ്ടിങ് മാസ്റ്റർ. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അപ്പോൾ വന്നിട്ടുള്ളത് സ്റ്റോക്കിൻ്റെ അവിടെ ഇൻവെൻട്രി ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അങ്ങനെ വരുന്ന കേസിലാണെങ്കിൽ ഇവിടെ നിന്ന് ആൾട്ട് കെ എന്ന് അടിച്ചിട്ട്, അതായത് കമ്പനി എന്ന ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഫീച്ചേഴ്സിൽ ഫീച്ചർ F11 നോക്കി കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓപ്പൺ ആവും. അവിടെ ഈ മെയിൻറ്റെയിൻ ഇൻവെൻറ്ററി എന്ന ഓപ്ഷൻസ് ഇപ്പോൾ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നത്, അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് അവിടെ എനേബിൾ ചെയ്തു. അത് സേവ് ചെയ്യാം. ആൾട്ട് ചെയ്യാന്ന് അടിച്ചാൽ ഷോർട്ട് കട്ട് കീ ആണ്, അത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻവെൻറ്ററി മാസ്റ്റേഴ്സ് വന്നു. ഇവിടെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്, ഇൻവെൻറ്ററി മാസ്റ്റേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻസിൽ. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ധാരണ വേണം, എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ധാരണ വേണം. ആദ്യം തന്നെ ഒരിക്കലും സ്റ്റോക്കിൻ്റെ ഐറ്റം ക്രിയേറ്റ് ചെയ്യരുത്. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിൽ വരുന്ന ഐറ്റംസ് ഏതാണ്, അതായത് ഗോഡൗൺ ആണ് നമ്മളെ ടോപ്പായിട്ട് വരുന്നത്. അതിൻ്റെ അടിയിലായിരിക്കും നമ്മളെ സ്റ്റോക്ക് ഗ്രൂപ്പ് വരിക, അതിൻ്റെ അടിയിലാണ് സ്റ്റോക്ക് കാറ്റഗറി, അതിൻ്റെ അടിയിലാണ് സ്റ്റോക്ക് ഐറ്റം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് യൂണിറ്റ്, പിന്നെ സ്റ്റോക്ക് ഐറ്റം, ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു 2-3 ഗോഡൗൺ ഉണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഡിഫോൾട്ടായിട്ട് ഒരു ഗോഡൗൺ അതിൽ വന്നിട്ടുണ്ടാവും. മെയിൻ ലൊക്കേഷൻ എന്നൊരു ഗോഡൗൺ ഡിഫോൾട്ടായിട്ടുണ്ടാവും. പിന്നെ പുതിയ ഗോഡൗൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഗോഡൗൺ 1 നമ്മൾ ക്രിയേറ്റ്. അപ്പോൾ ഇവിടെ നെയിം ഓൾറെഡി എക്സിസ്റ്റ്. ഞാൻ അതിൽ 2 ഗോഡൗൺ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഗോഡൗൺ 3 എന്ന് കൊടുക്കാം. 3 ഗോഡൗൺ നമുക്കുണ്ടെങ്കിൽ ഗോഡൗൺ 3 എന്ന് കൊടുക്കാം. ഓൾറെഡി ഗോഡൗൺ 1, 2 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതവിടെ കാണുന്നത്. അതുപോലെ മെയിൻ ലൊക്കേഷൻ ഇത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. 1, 2 ഞാൻ ക്രിയേറ്റ് ചെയ്തു. പുതിയതായിട്ട് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്തതാണ് ഗോഡൗൺ 3. അപ്പോൾ ഇങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഗ്രൂപ്പാണ്. നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് ഫർണിച്ചറാണ്. അപ്പോൾ ഫർണിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റോക്ക് ഗ്രൂപ്പ് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഫർണിച്ചറുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അത് ഉദാഹരണത്തിന് തേക്ക് ഉപയോഗിക്കും, വീട്ടി ഉപയോഗിക്കും, മിക്സ്ഡ് വുഡ് ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഞാൻ അത് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻസ് പോവാം. അപ്പോൾ തേക്കാണെങ്കിൽ തേക്ക് കൊടുത്തു, അതൊരു പ്രൈമറി ഗ്രൂപ്പായിട്ട് കൊടുത്തു. ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഐറ്റംസിനെ സെയിൽ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ഐറ്റംസിനും ഒരേ GST ആണ് വരുന്നതെങ്കിൽ മാത്രം ഇവിടെ ആൾട്ടർ GST എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താണ്ട് GSTൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതല്ല എങ്കിൽ ഒരിക്കലും GSTയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കരുത്. കാരണം ഇവിടെ ഒരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ GSTൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ S എന്ന് കൊടുത്താണ്ട് ഇവിടെ HSN കോഡും ഇവിടെ റേറ്റും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്കിൽ നമ്മൾ GST റേറ്റ് സെറ്റ് ചെയ്താലും ഈ ഒരു സ്റ്റോക്ക് ഗ്രൂപ്പത്തിലെ റേറ്റും കാര്യങ്ങളാണ് നമ്മൾ GSTയുടെ ആ ഒരു ഓപ്ഷൻസിൽ വരിക. അപ്പോൾ ഇവിടെ ഒരേ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഐറ്റംസിനും സെയിൽ ചെയ്യുമ്പോൾ GSTയുടെ ഒരേ റേറ്റ് ആണെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ഇവിടെ സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും GSTയുടെ റേറ്റ് സെറ്റ് ചെയ്യരുത്. അപ്പോൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഓരോ ഐറ്റം വൈസ് ആണ് ഞാൻ GST സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോന്ന് കൊടുത്തു. അപ്പോൾ തേക്ക് എന്നുള്ളൊരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അടുത്തൊരു ഗ്രൂപ്പ് ഞാൻ VT എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഇവിടെയാണ്
അങ്ങനെ വീട്ടിൽ നിന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഞാൻ മിക്സ്ഡ് വുഡ് എന്നുള്ള ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പം ഗ്രൂപ്പ് ക്രിയേഷൻ നമ്മൾ ചെയ്തു. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത് ഗോഡൗൺ ചെയ്തു, പിന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഈ കാറ്റഗറി ഞാൻ അതിന് സ്റ്റോക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് പ്രീമിയം പ്രൊഡക്റ്റും നോർമൽ പ്രൊഡക്റ്റും, അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീമിയം എന്നിട്ട് കൊടുത്തു, പ്രൈമറി എന്ന് കൊടുത്ത് എൻ്റർ ചെയ്തു. നോർമൽ ആണെങ്കിൽ നോർമൽ എന്ന് കൊടുത്ത് അങ്ങനെ കാറ്റഗറൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നമ്മൾ ആദ്യം ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തു, 2-3 ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, തേക്ക്, വീട്ടി, മിക്സ്ഡ് വുഡ്. അതിന് ശേഷം നമ്മൾ പിന്നെയാണ് നമ്മൾ മൂന്നാമതായാണ് സ്റ്റോക്ക് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സ്റ്റോക്ക് കാറ്റഗറിയിൽ പോകുന്നത് അതായത് പ്രീമിയം പ്രൊഡക്റ്റും അതുപോലെ നോർമൽ പ്രൊഡക്റ്റും. ഇതിന് ശേഷമാണ് നമ്മൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് യൂണിറ്റ് എന്ന ഓപ്ഷൻസ് പോവുക. ഇവിടെ അപ്പോൾ ഈ ഫർണിച്ചറൊക്കെ നമ്പറിലാണ് വരുന്നത്. അപ്പോൾ NOS എന്നിട്ടു, നമ്പേഴ്സ് എന്നിട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് NOS എന്നിട്ടു. അതായത് യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്, നമ്പേഴ്സ് ആകുമ്പോൾ NOS ആണ് അതിൻ്റെ കോഡ്. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, അതായത് നമ്മളിപ്പോൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പോയിന്റുകൾ വരുന്നുണ്ടെങ്കിൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങൾ വരുന്നു അതിനെയാണ് ഈ ഡെസിമൽ പ്ലേസസ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് അത് 0 എന്ന് കിട്ടും. പോയിന്റിന് ശേഷം ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്പർ ആകുമ്പോൾ. അത് എൻ്റർ ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും KGയിൽ വരുന്നതുണ്ടെങ്കിൽ ഇവിടെ KG എൻ്റർ ചെയ്യുക. അതുപോലെ ഇവിടെ കിലോഗ്രാം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാം. ഇവിടെ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇതിന് ശേഷം അതാദ്യം ഗോഡൗണ്, പിന്നെ ഗ്രൂപ്പ്, പിന്നെ കാറ്റഗറി, അതിനുശേഷമാണ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയറാണ് സ്റ്റോക്ക് ഐറ്റം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ചെയർ എന്നുള്ള ഓപ്ഷൻസ് പോയി ഇവിടെ ഇതിൽ ചെയർ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ് മിക്സഡ് വുഡ്, തേക്ക്, വീട്ടി. ഇതിൽ വരുന്നതാണ് നോക്കണം. അപ്പോൾ മിക്സഡ് തേക്കാണ് ചോദിച്ചാൽ തേക്കിൽ കൊടുത്തു. പിന്നെ ഏത് കാറ്റഗറിയാണ്, പ്രീമിയം ആണോ നോർമൽ ആണോ, നിങ്ങൾ കൊടുത്തതാണ് പ്രീമിയം ആയിട്ട് കൊടുക്കാം. പ്രീമിയം ആണ്, അതല്ലെങ്കിൽ നോർമൽ കൊടുത്തു. പിന്നെ യൂണിറ്റ്, ഏത് യൂണിറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് ഈ നമ്പറിലാണെങ്കിൽ NOS കൊടുക്കാം. അപ്പോൾ നമ്പറിലാണ് നമ്മൾ ചെയർ അത് വരുന്നത്, അപ്പോൾ നമ്പർ ഇത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, അല്ലാതെ ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ നമ്മൾ പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഷോർട്ട് കട്ട് കീ Alt+C എന്ന് നോക്കിയാലും ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുപോലെ തന്നെയാണ് ഇവിടെ കാറ്റഗറി, ഇവിടെ നമുക്ക് Alt+C എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാം. യൂണിറ്റും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ സെറ്റ് GSTയുടെ ഡീറ്റെയിൽസ് കൊടുക്കാത്തത്, GST അപ്ലിക്കബിൾ ആണോ, ഇവിടെ നമുക്ക് GSTയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ GST അപ്ലിക്കബിൾ ആണ്. ഇവിടെ സെറ്റ് ആൾട്ടർ GST എന്നുള്ള ഓപ്ഷൻസിൽ നോ എന്നാണ് കൊടുക്കുന്നത്, അത് യെസ് ആക്കി കൊടുക്കുക. അവിടെ അതിൻ്റെ HSN അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത്, ഇപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ എന്ന് കൊടുത്തു. HSN കോഡ് 9403 HSN കോഡ്. ഓരോ ഐറ്റംസിനും ഓരോ HSN കോഡ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും HSN കോഡ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ 9403 അത് എൻ്റർ ചെയ്ത് കൊടുത്തു. പിന്നെ കാൽക്കുലേറ്റ് GST ടൈപ്പ്, എങ്ങനെയാണ് GSTയുടെ കാൽക്കുലേഷൻ ടൈപ്പ് എങ്ങനെ വരുന്നത്, അത് നമ്മൾ എങ്ങനെ റേറ്റിലാണോ നമ്മൾ വാല്യൂയിലാണ് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് GST. അപ്പോൾ ഓൺ വാല്യൂ എന്ന് കൊടുത്തു. ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ്, ടാക്സബിൾ ആണോ, എക്സംപ്റ്റഡ് ആണോ, അൺറിലേറ്റഡ് ആണോ. ടാക്സബിൾ ആയിട്ടാണ് ഫർണിച്ചർ ചെയ്യുന്നത്, അപ്പോൾ അത് ടാക്സബിൾ എന്ന് കൊടുത്തു. അത് GSTയുടെ റേറ്റ് ഫർണിച്ചറിന് 18% ആണ് വരുന്നത്. നമുക്കിവിടെ 18% എന്ന് കൊടുക്കാം. പിന്നെ കേരള ഫ്ലഡ്സസ് കേരളത്തിലുള്ളതായത് കൊണ്ട് തന്നെ അപ്പോൾ ഫ്ലഡ്സസ് നിർബന്ധമാണ്. അപ്പോൾ 1% അത് നമ്മൾ കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ ഓപ്പണിങ്ങിൽ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സെപ്റ്റ് എന്ന് കൊടുത്താൽ ചെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ കോട്ടാണെങ്കിൽ പ്രൈമറി മിക്സ് റൂട്ട് ആയി കൊടുത്തു, പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് കൊടുത്തു, നമ്പർ. അതുപോലെ തന്നെ ഇവിടെ
യെസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് GST ഡീറ്റെയിൽസ് കൊടുക്കും. നമുക്ക് വേറെ ഓപ്ഷൻസ് കൂടി വരുന്നുണ്ട്. അതായത് ഇവിടെ GST ഡീറ്റെയിൽസ് കൊടുത്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫർണിച്ചർ എന്ന് കൊടുക്കാം. HSN കോഡ് 9403. പിന്നെ ടാക്സബിൾ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ ഓപ്ഷൻ വരുന്നത് ഇവിടെ Alt W എന്ന ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ Alt W എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ന് മുതലാണ് ആപ്ലിക്കബിൾ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന 1/4/2021 മുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന അങ്ങനെ കൊടുത്തു. ഡിസ്ക്രിപ്ഷനായിട്ട് ഫർണിച്ചർ എന്ന് കൊടുത്തു. HSN കോഡ് 9403. ഇതിവിടെ ചോദിക്കേണ്ടത് നോൺ GST ഗുഡ്സ് ആണോ. അപ്പോൾ നോ എൻ്റർ അടിച്ചോ, നോ എന്ന് കൊടുത്തു. പിന്നെ ഇത് റേറ്റിലാണോ വാല്യൂലാണോ, അപ്പോൾ വാല്യൂ എന്ന് കൊടുത്തു. ടാക്സബിൾ ആണെന്ന് കൊടുത്തു. റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആണോ, ടാക്സബിൾ ആയതുകൊണ്ടാണ് ഇവിടെ റിവേഴ്സ് ചാർജിൻ്റെ ഓപ്ഷൻ വരാത്തത്. ഇനി സെറ്റ് ആൾട്ടർ ടാക്സ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ 18% കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വന്നു. CGST ഇത്ര, SGST ഇത്ര എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് ഗുഡ്സ് ഇവിടെ നമ്മൾ കേരള ഫിക്സേഴ്സ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതും സ്റ്റേപ്പിൾ. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഇനിയാണ് നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് എൻട്രീസ് പാസ് ചെയ്യുന്നത്, ഇൻവെന്ററി എൻട്രീസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത സെക്ഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യാണ്. ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9633387350.